नमस्तु प्रभुपाद गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുകൊണ്ട് മറ്റു വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിന്റെ 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. മാതാജി ഇപ്പോൾ എവിടെയാണ്? അപ്പോ ഇവിടെ എൻ്റെ പിറകില് കിച്ചൂട്ടനെയും രാധാറാണീനെയും കണ്ടിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ല ഞാൻ ചെന്നൈയിലാണെന്നല്ലേ? ഇല്ലപ്പ, രാമായണ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അവിടെ കേരളത്തിലെടുത്തത് ഹനുമച്ചരിതാണ്. ഞാൻ പൊതുവേ ഈ സമയത്ത് കർക്കടക മാസത്തില് രാമായണം എടുക്കാറില്ലല്ലോ, ഹനുമച്ചരിതല്ലേ എടുക്കാറ്. ഹനുമച്ചരിതാണ് എടുത്തത്. അത് എന്താ പറയാ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അങ്ങനെയൊന്നല്ല മുതലാളി പറഞ്ഞത്. അതൊക്കെ ഇഷ്ടം കൊണ്ടല്ലേ. മുതലാളിക്ക് എൻ്റെ ബാഗിൽ ഇരിക്കുന്ന ബുക്ക് എടുത്ത് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ മുതലാളി എടുത്തോളാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ തരൂല, അത് വേറെ കാര്യം. പക്ഷെ മുതലാളിനെ കാണുമ്പോൾ മുതലാളി കുറേ മാങ്ങയും ചക്കക്കുരും ഒക്കെ തരും. ഞാൻ കൃത്യമായിട്ട് എൻ്റെ ബാഗിലുള്ള ബുക്കൊക്കെ എടുത്ത് മാറ്റാനും ശ്രമിക്കാറുണ്ട്. ശങ്കരാചാര്യരുടെ ബുക്ക് വായിച്ചു കഴിഞ്ഞോ മുതലാളി? അന്ന് എടുത്തോണ്ട് പോയത് അതും നല്ല ബുക്കാണ് കേട്ടോ. ശങ്കരാചാര്യരുടെ ബുക്ക് ഭയങ്കര രസമുള്ളൊരു ബുക്കാണ്. അത് ഞാൻ ക്ലാസ് എടുത്തുതരാം. കുറച്ച് എപ്പോഴും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതും എടുത്തു തരാം. മറ്റ് വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഇനി ദേവി മഹാത്മ്യക്ക് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വയ്ക്കുക. ഏറ്റവും ഈസി ആയിട്ട് ഞാൻ പറയുന്നു, മഞ്ജരീസിൽ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ കാണാൻ വൈകി എന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അത് നോക്കാനാണ് നമ്മുടെ എന്താ പറയണത് വിനോദേട്ടനും ശാന്തി മാതാജിയൊക്കെ ഉള്ളത്. സൂപ്പർ മോനെ, വായിക്കൂ. അവർ നോക്കിക്കോളും സമയം പോലെ. ഞാൻ കാണാൻ ലേറ്റായി, റിപ്ലൈ കിട്ടാൻ ലേറ്റായി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എൻ്റെ ഗ്രൂപ്പിൽ കിടക്കുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും കാണാൻ. അപ്പോൾ കാരണം എനിക്ക് ഡബിങ്ങിനുള്ള സ്ക്രിപ്റ്റൊക്കെ ആ ഒരു നമ്പറിലാണ് വരിക. അപ്പം നിങ്ങളിടുന്ന മെസ്സേജ് താഴേക്ക് പോകും. അപ്പോൾ അത് കാണാൻ ലേറ്റ് ആവും. അതുകൊണ്ട് കഴിയുന്നതും മഞ്ജരീസിലേക്ക് തന്നെ ഇട്ട് വെക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. യാത്ര ചെയ്ത് ഇന്ന് മോർണിംഗ് ഞാൻ അവിടെ എത്തി. ഒരു 10-10:30 കൂടി ഫ്ലാറ്റിലെത്തി. പിന്നെ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഡബ്ബിങ് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ കിച്ചുട്ടനും രാധാറാണിക്കും ഹാരമൊക്കെ അണിയത്തുള്ളൂ. അതുവരെ ഒന്ന് ക്ഷമയോടെ ഇരിക്കുക. വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, ഹാപ്പിയാണല്ലോ? യാത്ര ചെയ്തതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട്. എങ്കിലും അതിൻ്റെ മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. അമ്മയ്ക്ക് പോകാൻ പറ്റും. മീനമ്മ എന്തിനാ വിഷമിക്കണത്? ഉറപ്പായിട്ടും ദേവി അമ്മയെ വിളിക്കും. സമയമായിട്ടില്ല, എളുപ്പം വിളിക്കും. വിളിക്കാൻ അമ്മയോട് പ്രാർത്ഥിക്കൂ കേട്ടോ. അയ്യോ, മോനപ്പൻ മുതലാളിനെ എല്ലാവരും വലിച്ചു കീറാൻ തുടങ്ങി. പാവാണ്, അതിനെ വെറുതെ വിട്ടേക്കൂ. ഞാനോ അതിനെ കൊന്ന് തിന്നുന്നുണ്ട്. ഇനി അതിനെല്ലാരും കൂടെ കൊന്ന് തിന്നണ്ട, പാവ. പിന്നെ അതെന്നോട് പിണങ്ങും. തുടങ്ങാം എന്താ നമുക്ക് ക്ലാസ്? ഇല്ല, എന്ത് രാജേഷ് പ്രഭു, അങ്ങനെയൊന്നും ഇല്ല. ഹെൽത്തൊക്കെ നോക്കുന്നുണ്ട്. യാത്ര ചെയ്തതിന്റെ ക്ഷീണമാണ്, വേറെ ഒന്നുമില്ല. എനിക്കറിയാം എൻ്റെ മുഖം ഒന്ന് വാടിയാൽ പിന്നെ തുടങ്ങും കമന്റ്സ് ആയിട്ട് കുറേ പേര്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് വളരെ സന്തോഷം നിങ്ങളുടെ ആ ഒരു കെയറിങ്ങിന്. തീർച്ചയായിട്ടും ഞാൻ ഹെൽത്ത് നോക്കുന്നുണ്ട്. യാത്ര ചെയ്തതിന്റെ ക്ഷീണം, മറ്റൊന്നുമില്ല. ഇന്നലെ നൈറ്റൊന്നും ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്താണെന്നറിയില്ല. യാത്ര ചെയ്തൊക്കെ തേടേസിയിലാണ്, എങ്കിലും ഒരു എന്തോ അതുകൊണ്ടൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ടൊക്കെ കുറച്ച് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു. വേറെ പ്രശ്നമൊന്നുമില്ല. പൊതുവെ ഞാൻ ഹാപ്പിയാണ്. കുറേ ദിവസം നാട്ടിൽ ഇല്ലല്ലോ, നമ്മളിവിടെ ഇല്ലല്ലോ, വേറെ സ്ഥലത്തല്ലേ താമസിച്ചതൊക്കെ. ഇവിടെ കിച്ചൂട്ടനെയും രാധാറാണിയുടെ അടുത്തുനിന്ന് പോയി മാറി താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചെറിയ സങ്കടങ്ങൾ, അത്രയേ ഉള്ളൂ. വേറെ അതൊഴിച്ചാൽ മറ്റൊന്നുമില്ല, ഹാപ്പിയാണ്. ഹെൽത്ത് ഓക്കെയാണ് മഹേഷ് പ്രഭു, കുഴപ്പമൊന്നുമില്ല. ഭഗവാന്റെ കാരുണ്യത്താൽ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തലവേദന വന്നു എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ക്ലാസ് തുടങ്ങാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തില് 90ാമത്തെ ശ്ലോകം വരെയല്ലേ പഠിച്ചത്? ഓർമ്മയുണ്ടോ അതോ മറന്നുപോയോ? സാരല്ല, വായിക്കൂ മോനെ. രാമായണ കഥകളൊക്കെ വായിക്കുന്നുണ്ട്. ചേച്ചിക്ക് നീ ഓഡിയോ ഇട്ടതാ. ഇനി നമുക്ക് 91ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ച് കേൾക്കണേ. മറ്റൊന്നും കമന്റ്സ് ഇടരുത് അതിൻ്റെ ഇടയ്ക്ക്. നിങ്ങൾ കമന്റ്സ് ഇട്ടാൽ എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോകും. എങ്കിലും മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, അവരതിന് ആൻസർ കൊടുക്കണം. ഹെൽത്ത് ഓക്കെ, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ 91ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, കൂടെ വായിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഓരോരോ വേർഡായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം. അപ്പം ആ വേർഡിനനുസരിച്ച് മുന്നോട്ട് പോകും കേട്ടോ. ഭാരഭൃത് 91ാമത്തത്. ഭാരഭൃത് കഥിതോ യോഗി യോഗീശഃ. ഭാരഭൃത് കഥിതോ യോഗി യോഗീശഃ
സർവകാമദഃ. വായിക്കാൻ കിട്ടിയോ? ഭാരഭൃത് കഥിതോ യോഗി യോഗീശഃ സർവകാമദഃ ആശ്രമഃ ശ്രമണഃ ക്ഷാമഃ സുപർണോ വായുവാഹനഃ. അനന്തകൃഷ്ണൻ കിട്ടിയോ? ഓക്കെ ആണോ? വായിക്കാൻ പറ്റിയോ ആ ലൈൻ? ഭാരഭൃത് കഥിതോ യോഗി യോഗീശഃ സർവകാമദഃ ആശ്രമഃ ക്ഷമണഃ ക്ഷാമഃ സുപർണോ വായുവാഹനഃ. ഇതാണ് 91-ാമത്തെ ശ്ലോകം. ഈ 91-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഭാരഭൃത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അനന്താദി രൂപത്തിൽ ഭൂമിയുടെ ഭാരത്തെ ധരിക്കുന്നവൻ. അതായത് അനന്തന്റെ രൂപത്തിൽ ഭൂമിയുടെ ഭാരം ഭഗവാൻ സ്വയം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഈ ഭൂമിയുടെ ഭാരം മുഴുവനായിട്ട് ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ ഭാരഭൃത് എന്ന് പറയുന്നത്. അപ്പം ഈ ഭൂമി താങ്ങി നിർത്തുന്നതേ ഭഗവാനാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഭഗവാന്റെ ഓരോ നാമങ്ങളാണ് നമ്മൾ എടുത്തെടുത്ത് പഠിക്കുന്നത്. സഹസ്രനാമങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ ഓരോ നാമത്തിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ആ ഓരോ നാമത്തിലും നമുക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റും. നമ്മൾ മാക്സിമം വിളിക്കുന്നത് കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, മുകുന്ദ, ജനാർദ്ദന എന്നാണ് അല്ലേ. അതും താണ്ടി അതിൻ്റെ മുകളിൽ, ഇടയ്ക്ക് ചില തമിഴ് വേർഡ്സ് വരും, ക്ഷമിച്ചേക്ക്. അതിൻ്റെ മുകളിൽ ഭഗവാന് വേറെ വേറെ പേരുകളുണ്ട്. ഓക്കെ, അപ്പൊ ഭാരഭൃത് എന്ന് പറഞ്ഞാലും ഭഗവാന്റെ നാമം തന്നെയാണ്. അപ്പൊ ആ നാമം എന്ന് പറയുന്നത് അനന്താദി രൂപത്തിൽ ഭൂമിയുടെ ഭാരത്തെ ധരിക്കുന്നവൻ. ആരാന്ന് വെച്ചാൽ ഭഗവാൻ ഈ ഭൂമിയുടെ ഭാരം മുഴുവൻ ഇങ്ങനെ ഭഗവാൻ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരും, ടഫ് ആയിട്ടുള്ളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി കദിദഹ എന്ന് പറയുന്നുണ്ട്. കഥ എന്നുള്ളതിന്റെ ദ, കദിദഹ. ആ രണ്ട് കുത്തു വന്നാൽ ഹ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ കദിദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാദികളാൽ പരമോത്കൃഷ്ട ഭാവത്തിൽ പറയപ്പെടുന്നവൻ, എല്ലാ വേദങ്ങളാലും പറയപ്പെടുന്നവൻ. ഇപ്പൊ ഏത് വേദം എടുത്താലും അതിൽ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് വേദത്തിൽ നോക്കിയാലും ഭഗവാനാണ് ടോപ്പസ്റ്റ്, ദ സുപ്രീം ലോർഡ്, പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് നമ്മൾ ഭഗവാനെ പറയുന്നു. ദ സുപ്രീം ലോർഡ്, ഏറ്റവും മുകളിലിരിക്കുന്നത് ഭഗവാൻ അല്ലെ. അപ്പൊ വേദങ്ങൾ പറയുന്നതും ഭഗവാനെ കുറിച്ചാണ്. വേദാദികളിലും ഭഗവാനെ പറയുന്നത് ടോപ്പായിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാനെ കദിദഹ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കദിദഹ എന്ന് പറയുന്നുണ്ട്. ഇനിയോ യോഗി എന്ന് പറയുന്നുണ്ട്. യോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടവൻ. നമ്മളിപ്പോ ഭഗവാന് കുറേ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത് കൊണ്ട് ഭഗവാനുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റില്ല. നമ്മള് ചുണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ വായ കൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നെങ്കിൽ അത് മന്ത്രമാണ്. ഹൃദയം കൊണ്ട് സ്തുതിക്കുകയാണെങ്കിൽ എന്താണ്? മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ നമ്മളെപ്പോഴും സ്തുതിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. അയ്യോ ഇതൊക്കെ ചൊല്ലണല്ലോ എന്ന് ഓർത്തിട്ട് വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവരുത്. ഹൃദയം കൊണ്ട് ചൊല്ലാൻ പഠിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാല് യോഗം അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇതൊക്കെ മാതാജി പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, അതുകൊണ്ട് അയ്യോ ഇത് ചൊല്ലിയില്ലെങ്കിൽ എന്താ ചെയ്യാ എന്ന് ഓർത്തിട്ട് രാവിലെ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് വൈകിട്ട് ഇരുന്നിട്ട് കടമ തീർക്കുന്നത് പോലെ സഹസ്രനാമം ചൊല്ലരുത്. നിങ്ങൾ എപ്പോൾ ഫ്രീ ആയിരിക്കുന്നോ ആ സമയത്ത് സ്വസ്ഥമായിരുന്നിട്ട് മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം? സഹസ്രനാമം ചൊല്ലാം. അപ്പൊ അത് ജ്ഞാനം കൊണ്ട് ഭഗവാനുമായിട്ടുള്ള ഏറ്റവും അടുപ്പായിട്ടുള്ള ഒരു വഴി കിട്ടും, മനസ്സുകൊണ്ട് ചൊല്ലുന്നത് പോലെ. അങ്ങനെ ചൊല്ലുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനോട് അടുക്കാനുള്ള ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയുന്നത്. അല്ലാതെ ചൊല്ലി തീർക്കണമെന്നുള്ള ഒരു കടമ കൊണ്ട് ചൊല്ലാൻ നിന്നാൽ എന്തായി? അത് ശരിയാവില്ല. അത് എന്തോ കടമ ചെയ്തു തീർക്കുന്ന ഒരു പണി പോലെയാവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. തൻ്റെ ആത്മാവിനാൽ തൻ്റെ ആത്മാവിനെ എപ്പോഴും സമാധാനം ചെയ്യുക. ആത്മീയമായിട്ടുള്ളൊരു കണക്ഷൻ വേണം ഭഗവാനായിട്ട്. ആത്മാവ് കൊണ്ട് കണക്ട് ചെയ്യണം ഭഗവാനെ. അല്ലാതെ എന്ത് ചെയ്യരുത്? കടമ തീർക്കേണ്ട രീതിയിൽ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ജ്ഞാനം കൊണ്ട്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇനി യോഗീശഃ എന്ന് പറയുന്നുണ്ട്. ഭാരഭൃത് കഥിതോ യോഗി യോഗീശഃ. എന്താണ് ഈ യോഗീശഃ എന്ന് പറഞ്ഞാൽ? വിഘ്നങ്ങൾ സംഭവിക്കാത്ത യോഗത്തോടു കൂടിയവൻ. ഭഗവാനോട് നമ്മൾ അടുക്കും തോറും വിഘ്നങ്ങൾ സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിൽ, അത് ഉറപ്പാ. നമ്മൾ വിചാരിക്കും കുറെ തടസ്സങ്ങൾ വരുന്നുണ്ടല്ലോ, നമ്മളെ ജീവിതത്തിന്റെ റൂട്ടേ മാറിപ്പോയി എന്ന് വിചാരിക്കും. നമ്മൾ അത്രയും പ്രിയപ്പെട്ടതായി ചേർത്ത് പിടിച്ചതെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയി എന്ന് ചിന്തിക്കും.
പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, അതൊന്നും നമുക്ക് യോജിച്ചതല്ലായിരുന്നു. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി പെടുന്നേരം ഞാൻ എന്താ പറയാ, അയ്യോ അത് വേണ്ട, അത് ശരിയാവില്ല, നീ അതിൽ പോകാതെ എന്ന് നമ്മൾ ഉപദേശിക്കും. കാരണം എന്താ, അത് നമ്മുടെ സുഹൃത്താണ്. ആ സുഹൃത്തിന്റെ നാളെ ഒരു വിഷമം വരുമ്പോൾ ആര് കാണണം? ഞാൻ തന്നെ കാണണം. എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളിൽ വളരെ അലേർട്ടായിരിക്കും. അപ്പൊ അതേപോലെ നമ്മളുടെ സുഹൃത്തിന് എത്ര ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും അത് അവർക്ക് ശരിയല്ലെങ്കിൽ നമ്മൾ അത് മാറ്റാൻ ശ്രമിക്കും. അതേപോലെയാണ് ഇവിടെ ഭഗവാനും. ഭഗവാന്റെ ഭക്തർക്ക് നാശമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടതൊക്കെ ചിലപ്പോൾ ഭഗവാൻ എടുത്തു മാറ്റും, പക്ഷെ അത് ഭഗവാൻ അറിയാം എന്താണ് നാളെ അത് നമുക്ക് ശരിയായതല്ല. എന്നാൽ ഭഗവാൻ നമുക്ക് തരുന്നതോ ചിലപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരിക്കാം. ചിലപ്പോൾ അത് വളരെ ചെറുതായിരിക്കാം, ചിലപ്പോൾ അത് വളരെ വലുതായിരിക്കാം. വലുത് തന്നാലും ചെറുത് തന്നാലും ഒരു തുല്യതാ മനോഭാവമാണ് നമുക്ക് വേണ്ടത് ഭഗവാനോട്. ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല, പക്ഷെ ഭഗവാൻ മറ്റെന്തോ നൽകി. എന്നാലും ഭഗവാനോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾക്ക് നല്ലതേ അദ്ദേഹം തരും, അതിന്റെ വലിപ്പ ചെറുപ്പങ്ങൾ നോക്കരുത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അദ്ദേഹത്തോട് അടുക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചിന്തിക്കരുത്, ഭഗവാൻ എന്നെ കൈ ഒഴിഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് തരാതെ പോയി എന്ന് ചിന്തിക്കരുത്. അദ്ദേഹം നമുക്ക് തന്നു, എന്താണ് സ്ഥിരമായിട്ടുള്ളത്. അസ്ഥിരമായിരിക്കുന്ന ഒന്നും അദ്ദേഹം നമുക്ക് തരില്ല. നമ്മൾ പ്രിയപ്പെട്ടതെന്ന് കരുതുന്നത് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ഒരിക്കലും പഴി ചാരരുത്, ഭഗവാന്റെ അടുത്ത് പോയിട്ട് കണക്ക് പറയരുത്. കാരണം എന്താണ്, നമുക്ക് ഏറ്റവും മനോഹരമായത് അദ്ദേഹം തരുന്നുള്ളൂ. അതിന്റെ മനോഹാരിതയും അതിന്റെ ആഴവും മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഭഗവാനോട് അടുക്കുമ്പം നഷ്ടങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് വിഘ്നങ്ങളാണ് എന്ന് ചിന്തിക്കാതെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ കൊണ്ടുവരില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കാം. ഓക്കെ. സർവകാമത എന്ന് പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും എല്ലാ കാമങ്ങളെയും ദാനമായി നൽകുന്നവൻ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഭഗവാൻ കാമങ്ങൾ ദാനമായി നൽകുന്നത്? അങ്ങനെയല്ല, ആത്മീയമായ ഉയർച്ച അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇന്ദ്രിയം കൊണ്ടുള്ള കാമമല്ല, ആത്മീയമായ ഉയർച്ചയാണ് ഭഗവാൻ നമുക്ക് തരിക. അത് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പേ ഉണ്ടായിരുന്ന ആളുകളല്ല ഇന്ന്, അല്ലെ? ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നമ്മൾ കുറെ മാറി. ഒരുപാട് മാറ്റം വന്നു. നമുക്ക് ജപിക്കുന്തോറും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കാനും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആദ്യമൊക്കെ ഒരു 5 വർഷം മുമ്പേ ഒക്കെ എന്താണ്, നമ്മൾ കുറച്ച് വയലൻസ് ആൾക്കാരായിരുന്നു. പലരും എന്നോട് പറയാറുണ്ട്, മാതാജി ചെറിയ കാര്യം മതി എനിക്ക് ദേഷ്യപ്പെടാൻ, പക്ഷെ മാതാജിയുടെ ക്ലാസ് കേട്ടപ്പോൾ കുറെ ഞാൻ മാറി എന്ന് പറയുന്നുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെ. നമ്മളാരത്ര വലിയ നിഷ്കളങ്കരൊന്നുമല്ല. അത് നമ്മളെ ഭഗവാനോട് നമ്മൾ ഓരോ സെക്കൻഡുകളും അടുക്കുന്തോറും നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. എല്ലാ സാഹചര്യത്തിനോടും പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, ഇല്ലേ? മുൻകാലങ്ങളിൽ നമുക്ക് ഭയങ്കര ഡിമാൻഡ്സ് ആയിരുന്നു, ഇത് വേണം അത് വേണം അത് വേണം ഇത് വേണം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ശരി, കുഴപ്പമില്ല, എല്ലാം ഭഗവാന് സമർപ്പിച്ചുള്ളതുപോലെ മുന്നോട്ട് പോകാം എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ വന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വലിയ വീട് വെക്കണം. ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയില്ല. ഒന്നും വേണ്ട, എന്തുണ്ടോ അത്. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ ഭഗവാൻ കൊണ്ടുവന്നു. അതായത് നല്ല ആഗ്രഹങ്ങളെ ഭഗവാൻ തരൂ, മോശമായിരിക്കുന്ന അത്യാഗ്രഹങ്ങളൊന്നും ഭഗവാൻ തരില്ല. അതുകൊണ്ടാണ് പറയുന്നത് സർവ്വകാമങ്ങളെയും പ്രദാനം ചെയ്യുന്നവൻ. ഭക്ഷണ രീതി മാറി. 3 നേരം ചോറുണ്ടോണ്ടിരുന്ന ഞാനിപ്പോ 1 നേരമാക്കി. ചിലപ്പോൾ അതും ഇല്ല എന്നുള്ള അവസ്ഥയായി. നേരത്തെയൊക്കെ ഭയങ്കര ഡിമാൻഡ്സ് ആയിരുന്നു, ഈ ഫുഡേ കഴിക്കൂ, ഇതേ മതി, അത് മതി. ഞാനിപ്പോ എൻ്റെ വീട്ടിലൊക്കെ പോണ സമയത്ത് അവിടെ നിന്ന് എല്ലാവരും പറയും, എൻ്റെ വല്യച്ഛന്മാരുടെ വൈഫൊക്കെ ഉണ്ടല്ലോ, വല്യമ്മമാരും ചേച്ചിമാരൊക്കെ പറയും, എന്തോരം മാറിപ്പോയി എന്ന്. എങ്ങനെ മാറിയെന്ന് ചോദിക്കും അവര്. നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ഭഗവാൻ നമ്മളെ മാറ്റി എടുത്തു, അല്ലേ വാസ്തവം? എല്ലാ സാഹചര്യത്തിനോടും പൊരുത്തപ്പെടുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറി. ആരെന്ത് പറഞ്ഞാലും പറയണവരവിടെ പറയട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ നേരെ പോലും പരാതി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അവരിപ്പോഴും ഭഗവാനെ വിശ്വസിച്ച് നിന്നിട്ട് അവർക്കത് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളാണെങ്കിലോ വീട്ടിന്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞാൽ പോലും സാറില്ല, അവര് എന്താ വെച്ചാൽ പറയട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറി, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു മനസ്ഥിതിയാണ് ഭഗവാൻ നമുക്ക് തരുന്നത്, വയലൻസ് ഇല്ലാത്ത ഒരു മനസ്ഥിതി. അതുകൊണ്ടാണ് ഭഗവാനെ കാണുമ്പോൾ നമ്മളൊന്ന് കരഞ്ഞു പോകുന്നത്. കൃഷ്ണ എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ എന്തായി പോകുന്നത്, നമ്മൾ എത്തുന്നത്. അദ്ദേഹത്തെ കാണുമ്പം എത്രത്തോളം നമ്മളെ ഗുരുവായൂരപ്പൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു, ഏതൊക്കെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു വന്നു, എന്തൊക്കെ വേദനകൾ നമ്മൾ സഹിച്ചു, എത്ര ഒറ്റപ്പെടലുകൾ സഹിച്ചു, എത്ര അപമാനങ്ങൾ സഹിച്ചു, എല്ലാത്തിലും ഭഗവാൻ ചേർത്ത് പിടിച്ചില്ലേ നമ്മളെ.
ആ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് ഇന്ന് ആവശ്യങ്ങളും പറയാനില്ല, ആഗ്രഹങ്ങളും പറയാനില്ല. കാരണം എന്താ? സാരില്ല, ഒന്നും നമുക്ക് പരാതിയില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയില്ലേ. നമുക്ക് ഭഗവാന്റെ കഥകൾ കേട്ടാൽ മതി, ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ മതി, കൂടുതൽ നാമം ജപിച്ചാൽ മതി. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടു പോയാലും അതൊരു പ്രശ്നമല്ല. ഭഗവാൻ എന്ത് നിശ്ചയിക്കുന്നോ അത് നടക്കട്ടെ എന്ന മനസ്ഥിതിയിലേക്ക് ഭഗവാൻ നമ്മളെ എന്ത് ചെയ്തു? മാറ്റിയെടുത്തു. അങ്ങനെയുള്ള നല്ല കാമങ്ങളിലൂടെയാണ് ഈശ്വരൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെന്നും ഭഗവാനോട് നന്ദിയോടുകൂടി ഒരു നിമിഷം ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടി നമ്മൾ പഠിക്കുക. ഇനി എന്താ പറയണത്? ആശ്രമഹ എന്ന് പറയുന്നുണ്ട്. ഭാരഭൃത് കഥിതോ യോഗി യോഗീഷ സർവകാമദഃ. പിന്നെയോ ആശ്രമഹ ശ്രമണഹ ക്ഷാമ സുഭർണോ വായുവാഹനഹ എന്ന് പറയുന്നുണ്ട്. എന്താണ് ആശ്രമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സംസാരമാകുന്ന വനത്തിൽ ചുറ്റിത്തിരിയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രമത്തെ പോലെ വിശ്രമസ്ഥാനമായിരിക്കുന്നവൻ. സംസാര സാഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത് നമ്മളിങ്ങനെ ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക, ഇങ്ങനെ ഒരു റൊട്ടീൻ ലൈഫാണ് നമ്മുടേത് അല്ലെ. അറിഞ്ഞോ അറിയാതെ നമ്മൾ കുറെ തെറ്റ് ചെയ്യുന്നു, വീണ്ടും ഈ ലോകത്ത് വരുന്നു, ആ തെറ്റിന്റെ ഫലങ്ങളൊക്കെ കർമ്മങ്ങളായിട്ട് അനുഭവിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു, വിഷമിക്കുന്നു. എന്നാൽ ആ സമയത്തൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്, ഒരുപാട് പൂജയും വഴിപാടും ഹോമവും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രയാസങ്ങളൊന്നും മാറുന്നില്ല, കൂടുതൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നു. കാരണം എന്താണ്? ഇതൊന്നും ഈ ജന്മത്തിൽ ചെയ്ത തെറ്റല്ല, ഏതോ ജന്മത്തിൽ ചെയ്തു പോയ തെറ്റാണ്. 84 ദശലക്ഷം വർഗങ്ങളുണ്ട്. അതിലൊരു എവിടെ ഇല്ലാത്തൊരാൾക്കാരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾക്ക് കുറെ പ്രയാസങ്ങൾ. ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഏകാദശിയും എടുക്കുന്നു, എല്ലാ പ്രദോഷവും എടുക്കുന്നു, എല്ലാ ഷഷ്ടിയും എടുക്കുന്നു, പൗർണമി അമാവാസി ഒന്നും വിടുന്നില്ല, നിർജ്ജലം എടുക്കുന്നു ഏകാദശി. പ്രശ്നങ്ങൾ തീരുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കൃഷ്ണ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ മിണ്ടാതിരിക്കുന്നു. എന്താ ഇങ്ങനെയെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ആലോചിക്കുക. ഈ പ്രതിസന്ധി എല്ലാം തരണം ചെയ്യാനുള്ള ഒരു വിൽ പവർ നമുക്ക് ഭഗവാൻ തരുന്നില്ലേ? എവിടെയും ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളർന്നു പോണില്ല, നമ്മളെ ഭഗവാൻ ഒറ്റപ്പെടുത്തുന്നില്ല. അപ്പൊ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു വിൽ പവർ, ഒരു ശക്തി അദ്ദേഹം തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജപത്തിന്റെ പവറാണ്, നമ്മുടെ നിഷ്ഠയായ ജീവിതത്തിന്റെ ഫലമാണത് അല്ലെ. ഭഗവാൻ ഇഷ്ടമില്ലാത്തതൊന്നും അല്ലെങ്കിൽ ഭഗവാന് നിവേദിക്കാത്തതൊന്നും ഞാൻ കഴിക്കില്ല, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടാന്ന് വിചാരിച്ച സാധനങ്ങളൊന്നും എനിക്കും വേണ്ട എന്ന ആ ഒരു തീരുമാനമാണ് ഈശ്വരനോടുള്ള, ഗുരുവായൂരപ്പനോടുള്ള സത്യസന്ധമായിരിക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ നമ്മള് എന്താ പറയാ, പണ്ട് വളരെ സിമ്പിളായിട്ട് പറയട്ടോ, തെറ്റിദ്ധരിക്കരുത്. പണ്ട് നമ്മളുടെ പ്രണയിക്കുന്നൊക്കെ കാലത്ത് നമ്മൾ എന്താ ചെയ്യാ? ചേട്ടന് ഇഷ്ടമില്ലാത്തൊന്നും എനിക്കും ഇഷ്ടമല്ല എന്ന് പറയും, അല്ലെ അവക്ക് ഇഷ്ടമില്ലാത്തൊന്നും എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ ഈ കാമുകന്മാർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലോ. അപ്പൊ ആ ബന്ധത്തില് ആ കാലഘട്ടത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റും. അതിനേക്കാൾ തീവ്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ആരുമായിട്ട്? ഗുരുവായൂരപ്പനായിട്ട്. എങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യണം? ഗുരുവായൂരപ്പന് ഇഷ്ടമില്ലാത്തൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഭഗവാൻ കഴിക്കാത്തതൊന്നും എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ജീവിതത്തിൽ? ഭഗവാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അദ്ദേഹത്തിന് നിവേദിക്കാത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്താ ഉദ്ദേശിച്ചത്. നോൺ വെജ് അദ്ദേഹത്തിന് അത് നിവേദിക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് എനിക്കും വേണ്ട. അത് എത്ര വലിയ സംഭവമാണെങ്കിലും ശരി, എനിക്ക് വേണ്ട. ഈ ഒരു സ്ട്രോങ് ആയ ഡിസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോ ഈശ്വരനോട് അടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. സത്യസന്ധമായി പറയാം, ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോണ കാലത്ത് എൻ്റെ ചേച്ചിമാരും പറയില്ല, എന്താ അറിയോ, ഇത് എങ്ങനെ നിർത്തി നോൺ വെജ് എന്ന്. കാരണം ഞാൻ ചെറിയ ഫിഷസേ കഴിക്കും, വലുതൊന്നും കഴിക്കില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിക്കൻ കഴിച്ചാലായി. അവർ പറയാണ് എങ്ങനെ നിർത്തിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാതെ, എന്താ അതിൻ്റെ പിന്നിലുണ്ടായ സംഭവം മനസ്സിലാവാത്തതെന്ന്. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒറ്റ ആൻസറേ ഉള്ളൂ, എന്താണ്? ഗുരുവായൂരപ്പൻ കഴിക്കാത്തതൊന്നും എനിക്ക് വേണ്ട. അതാണ് നമ്മുടെ തീരുമാനം അല്ലെ. അതിന് ഭഗവാൻ നമുക്കൊരു അനുഗ്രഹം നൽകി എന്നുള്ളതാണ്. അതിലൂടെ നമ്മൾ സാത്വികമായ ഒരു ജീവിതത്തിലേക്ക് വന്നു. എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമെ ചിരിക്കാൻ നമ്മൾ പഠിച്ചു. അതൊന്നും എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളല്ല. എന്റെ ഭഗവാനാണ് എനിക്ക് വലുത്, എന്റെ ഗുരുവായൂരപ്പൻ എനിക്ക് എന്തോ കരുതി വെച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയിൽ ഭഗവാന്റെ നാമം ജപിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ കുറെ കർമ്മ അതിൽ തീരാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ കുറെ ജന്മങ്ങൾ ജനിച്ചു. പ്രീവിയസ് ബർത്ത് നമുക്ക് ഒരുപാടുണ്ടായി. ആ ബർത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? കുറെ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ അറിഞ്ഞും അറിയാതെയും കുറെ തെറ്റുകൾ ചെയ്തു. നമ്മളറിയാതെ മറ്റൊരാൾ നമ്മളെ പ്രതി വിഷമിച്ചു, നമ്മളറിയാതെ അവരുടെ ഉറക്കം പോയി, നമ്മളറിയാതെ അവര് പട്ടിണി കിടന്നു. അങ്ങനെ ഒരുപാട് വാക്ക്, ചിന്ത, പ്രവൃത്തി, മനസ്സ്, എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഇന്ദ്രിയങ്ങളുണ്ടോ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ നമ്മളറിയാതെ മറ്റൊരാൾ വിഷമിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ ഈ ഒരു ജന്മത്തിൽ റിട്ടേൺ ആയിട്ട് നമ്മളിലേക്ക് വരികയാണ്.
എന്നിട്ട് നമ്മൾ എന്താ പറയണത്, ഭഗവാനെ ഞാൻ അറിഞ്ഞു അറിയാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഒരാളോട് തെറ്റ് ചെയ്തില്ല, പക്ഷെ ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നത്. അപ്പോഴും ഭഗവാൻ ചിരിക്കുന്നത് എന്താണ്, ഈ ജന്മത്തിൽ നീ ചെയ്തിട്ടില്ല, കഴിഞ്ഞ ജന്മത്തിൽ നീ ചെയ്തു പോയി, അതിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കൃഷ്ണനാമം ജപിക്കാൻ പറയുന്നത്. അത് ജപിക്കുമ്പോഴെന്താണ്, കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും, നമുക്ക് ഒരു സമാധാനം കിട്ടും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ സമാധാനം കിട്ടി 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 നമ്മൾ എന്ത് ചെയ്യണം, സ്വസ്ഥതയിലേക്ക് പോകണം. കർമ്മ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ എന്താണ്, സംസാരമാകുന്ന വനത്തിൽ ചുറ്റിത്തിരിയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രമത്തെ പോലെ ആശ്രയമാണ് നമുക്ക്, അല്ലെ? ഈ ഒരു മരണം ജനനം എന്നുള്ള ഈ ഒരു സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ആശ്രമമാണ്, അല്ലെങ്കിൽ ഒരു ഉപാധിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, ആശ്രയം കണ്ടെത്തണം, അഭയം കണ്ടെത്തണം. അതുകൊണ്ടാണ് ഭഗവാന് ആശ്രമഹ എന്ന് പറയുന്നത്. എത്ര ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഉണ്ടായിക്കോട്ടെ, അവർക്കെല്ലാം ഒരു ആശ്രയം ഗുരുവായൂരപ്പനാണ്. പിന്നെ ശ്രമണഹ എന്ന് പറയുന്നുണ്ട്. ശ്രമണഹ എന്ന് പറഞ്ഞാൽ എല്ലാ അവിവേകികളെയും തപിപ്പിക്കുന്നവൻ. ചില വ്യക്തികളുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിയും, അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കും വേണമെന്ന് വെച്ചിട്ട്, എന്നിട്ട് അത് കണ്ട ആഹ്ലാദിക്കും, ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ അവിവേകികളെയും ഇനി അറിഞ്ഞും തെറ്റ് ചെയ്യുന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, ഭഗവാൻ അറിയാം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഭഗവാൻ ക്ഷമിച്ചോളും. ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് കൂടി എന്താ പറയാ, അത് ഭഗവാൻ അറിയാം ഞാൻ അറിയാതെ ചെയ്താണ്, ഞാൻ എത്ര നാമം ജപിക്കുന്നു, ഞാൻ എത്ര അമ്പലത്തിൽ പോകണം, ഭഗവാൻ ക്ഷമിച്ചോളും എന്ന് പറയും. അപ്പൊ അത് വലിയ തെറ്റാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ മാക്സിമം ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ആലോചിക്കുക, 2 വട്ടം ചിന്തിക്കുക, ഈശ്വരൻ ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കാൻ നേരം നല്ല മഴ പെയ്യുന്നു. ഇപ്പൊ ഞാൻ കേരളത്തിൽ പോയ പടം നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്നു, ശരി കിടന്നുറങ്ങാം, ഒരു 7-7:30 വരെ കിടക്കാം, മതി, കുറച്ച് കഴിഞ്ഞ് വിളക്ക് കത്തിക്കാം. അങ്ങനെയല്ല, ഒരു നിഷ്ഠ ഉണ്ടാവണം. നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത്, വിളക്ക് കൊളുത്തുന്നത്, അല്ലെങ്കിൽ ഭഗവാന് നിവേദ്യം വെക്കുന്നത്, ഇത് നാമം ചൊല്ലുന്നത്, ഇതിനൊക്കെ ആദ്യം വേണ്ടത് ഇതിന്റെ പരിപൂർണമായ ഫലം ലഭിക്കണമെങ്കിൽ ഒരു നിഷ്ഠയാണ്, അല്ലെ? നമുക്കൊരു വയ്യായിക വരുമ്പോൾ ഡോക്ടേഴ്സ് എഴുതി തരാറില്ലേ, ഈ ടാബ്ലറ്റ് നിങ്ങൾ ഇത്ര ഹവേഴ്സ് കൂടുമ്പോൾ കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ചെറുതായിരിക്കും, അമ്മമാരെന്താ ചെയ്യുക, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ മോന് ഞാൻ അങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത്. അവൻ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ഞാൻ ഉറങ്ങാതെ എൻ്റെ മടിയിൽ വെച്ചിരുന്നിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നോക്കിയിരുന്നിട്ട് ആ സമയത്ത് മരുന്ന് കൊടുക്കും. അത് ആ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കും, അല്ലെ? അത് ഒരു അമ്മയുടെ നിഷ്ഠയാണ്. ആ നിഷ്ഠയായിരിക്കും ഒരു അസുഖത്തിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നത്. അതേപോലെ നമ്മൾ ഭഗവാനോട് അടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ഒരു നിഷ്ഠയാണ്. ആ നിഷ്ഠ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ലൈഫ് ആകെ താളം തെറ്റും. ഇന്ന് രാവിലെ വിളക്ക് വെച്ചു, എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവച്ചു, പിന്നെ വൈകുന്നേരം വെച്ചു, അത് തെറ്റാണ്. ഒരു ഡിസിപ്ലിൻ വേണം. ആദ്യം നമ്മൾ അതിനൊരു സമയം കണ്ടെത്തുക. ആ സമയം കണ്ടെത്തിയിട്ട് ആ സമയത്തിനനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിലേ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അച്ചടക്കമുള്ളൂ. അച്ചടക്കമില്ലാതെ കുത്തഴിഞ്ഞൊരു ജീവിതം, അത് ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ, നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ അവിവേകികൾക്കും കൊടുക്കേണ്ടത് ഭഗവാൻ കൃത്യമായിട്ട് കൊടുക്കും. കൊടുത്ത് തിരുത്തി ഭഗവാൻ കൊണ്ടുവരും. കാരണം അദ്ദേഹം പ്രപിതാമഹനാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താ, ക്ഷാമഹ. ക്ഷാമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രജകളെയും, അതായത് ക്ഷാമ എന്ന് പറഞ്ഞാൽ ക്ഷീണങ്ങളാക്കി തീർക്കുന്നവൻ, എല്ലാ പ്രജകളെയും ക്ഷീണങ്ങളാക്കി തീർക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എത്ര അഹങ്കാരിയായി ജീവിക്കുന്നവന്റെ തലയും ഒരു ദിവസം ഭഗവാൻ താഴ്ത്തിക്കും. അതാരും ആയിക്കോട്ടെ. ഒരിക്കലും നമ്മൾ അറിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് പണമുണ്ട്, സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്നെ 10 പേര് അറിയപ്പെടുന്ന ഒരാളാണ് എന്ന അഹങ്കാര ബോധം, അല്ലെങ്കിൽ ഞാനെന്ന ബോധം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എത്ര താഴ്മയിൽ ജീവിക്കാൻ പറ്റും അത്രയും താഴ്മയിൽ ജീവിക്കണം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയാമോ, ഞാനൊരിക്കല്, എല്ലാവർക്കും അറിയാലോ ഇസ്കോണിന്റെ ഹെഡ് നമ്മുടെ ജയപതാക് സ്വാമി മഹാരാജ്, അദ്ദേഹത്തെ കാണാൻ ഞാൻ ഒരിക്കലും ഇവിടെ ചെന്നൈ ഇസ്കോണിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ പോയി. അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിലാണ് പോയത്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് പ്രസാദമൊക്കെ ഉണ്ടാക്കി ഗുരു മഹാരാജിന്, അത് വലിയൊരു അനുഗ്രഹം എനിക്ക് സാധിച്ചു അദ്ദേഹത്തിന് ഒരു സേവ ചെയ്യാൻ. അപ്പൊ അദ്ദേഹം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനെടുത്തപ്പോഴത്തേക്കും ഞാനും കുറച്ച് സർവീസ് ചെയ്യുന്ന മാതാജിമാരും ഉണ്ട്. ഞാൻ പറയാം, മാതാജി ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞപ്പോൾ അവർ അതിലേറെ സന്തോഷം, മാതാജി കഴുകിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് തന്ന്, ഞാനപ്പോൾ അതെല്ലാം വേഗം കഴുകി അവരുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവരൊക്കെ എടുത്ത് വെക്കുകയാണേ. അപ്പോൾ നമ്മളും പ്രസാദം കഴിച്ചു. ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഹാളില് ഒരു സ്പേസ് ഉണ്ട് ആ ഫ്ലാറ്റിൽ. അപ്പം അവിടെ ചെന്ന് വാഷ് ബേസ് തുറന്ന് ഹാൻഡ് വാഷ് ചെയ്യണം, വാ കഴുകാൻ വേണ്ടി നിന്നപ്പോഴേക്കും ആ ഇതുണ്ടല്ലോ വാഷ് ബേസ് നിറച്ചും എന്താണ്, വെള്ളമാണ്, ഇങ്ങനെ ബ്ലോക്ക് ആയിരിക്കണം വെള്ളം.
ആരൊക്കെയോ ആ കഴുകി തുപ്പി 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 ഇങ്ങനെ ബ്ലോക്കായി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, അവിടെ മഹാരാജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രഭുവിനോട് ഞാൻ പറഞ്ഞു, പ്രഭു ഇവിടെ വെള്ളം ബ്ലോക്കാണെന്ന് പറഞ്ഞു. ഒന്നും കുഴപ്പമില്ല മാതാജി, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു ഗ്ലൗസ് പോലും ഇടാതെ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാം, ആ വെള്ളം ക്ലീൻ ചെയ്തു. ഒരു ഗ്ലൗസ് പോലും കയ്യിലിടാതെ. അപ്പം ഞാൻ പറഞ്ഞു, പ്രഭുജി അത് ചെയ്യാതെ ഞാൻ ചെയ്തോളാം. അയ്യോ മാതാജി ചെയ്യല്ലേ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ എക്സ്ട്രീമായിട്ട് അത് ചെയ്തപ്പം അത്യാവശ്യം അവിടെ ഒരു 10, 20, 25 പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആരൊക്കെയോ തുപ്പിയിട്ടതാണ്. അങ്ങനെ എനിക്ക് കുറച്ചും കൂടി ആ പ്രഭുവിനോട് സംസാരിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനത് അവിടുത്തെ ആ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഹാരാജ് വന്ന് ഞങ്ങൾ സർവീസ് ചെയ്യുന്നവരെല്ലാവരെയും ബ്ലസ് ചെയ്തു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രഭുവിനോട് പറഞ്ഞു, പ്രഭു എനിക്കൊരു 1 സെക്കൻഡ് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും മാതാജി, എന്താണ്? ഞാൻ പറയാം, എന്ത് മനസ്സിൽ തോന്നിയിട്ടാണ് അങ്ങ് അങ്ങനെ അവിടെ ബ്ലോക്ക് ആയിരിക്കുന്ന ആ വെള്ളം അങ്ങ് സ്വയം കൈകൊണ്ട് ഒരു സ്റ്റിക്ക് പോലും നോക്കാതെ അങ്ങ് എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മാതാജി ഗുരു മഹാരാജിന് സർവീസ് ചെയ്യാൻ വന്നു, മാതാജി സർവീസ് ചെയ്തു, എന്നിട്ട് വാഷ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം ഞാനിനി സ്റ്റിക്കൊക്കെ തേടിപ്പോയിട്ട് എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവില്ലേ മാതാജീൻ്റെ ഒരു സമയം പോലും അവിടെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാതാജിക്ക് എത്രയും അറ്റ് ദ ഏർലിയസ്റ്റ് ഹാപ്പി ആയിട്ട് അത് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തു തരിക. 2, അതെല്ലാം ഡിവോട്ടീസിൻ്റെ ഇതല്ലേ മാതാജി. ഇനി ഡിവോട്ടീസിന്റെ മലമൂത്ര വിസർജനമാണെങ്കിലും നമുക്കത് വിഷയമല്ല, നമ്മളത് എടുത്തിരിക്കും മാതാജി, കൃഷ്ണനാമം ജപിക്കുന്ന ആൾക്കാരല്ലേന്ന്. പിന്നെ നമുക്ക് ചോദിക്കാൻ ആൻസർ ഇല്ല, അതാണ് വാസ്തവം. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് കുറച്ചു നേരം നോക്കിയിട്ട് നമസ്കരിച്ചു, ധന്വൻ പ്രണാമം പ്രഭു എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് വേറെ എനിക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ഇത്രയും ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച്. ഇതേ സമയം അതെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ക്ലാസ്സിൽ, ഇത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കാത്ത ഒരു കാര്യമാണിത്. അന്ന് മുതൽ ഞാൻ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു, എത്രത്തോളം താഴ്ന്നു ഒരാൾക്ക് സർവീസ് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്ന് ഞാൻ സർവീസ് ചെയ്തു കൊടുക്കും. എത്ര താഴ്മയിലുള്ള ആൾക്കാരായാലും ശരി, എത്ര ഇല്ലാത്തവനായാലും ശരി, റോട്ടിൽ കിടക്കുന്നവനാണെങ്കിലും ശരി, ഭഗവാനെ അത് അങ്ങയുടെ സൃഷ്ടിയാണെന്നുള്ള മനോഭാവത്തിലേ ഞാൻ കാണൂ എന്നുള്ളത്. കാരണം നമ്മളെ ഓരോന്നും ഭഗവാൻ പഠിപ്പിക്കുകയാണ് ഓരോരുത്തരിലൂടെ, അല്ലേ? ഓരോ നിമിഷവും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾക്കിടയിൽ, ഭക്തർക്കിടയിൽ നമ്മളൊന്നുമല്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു എന്നുള്ളതാണ്. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഭയങ്കര എക്സ്ക്യൂസ് പറയും, അയ്യോ എനിക്ക് അത് പറ്റില്ല, എനിക്ക് ഇത് പറ്റില്ല. ഇപ്പൊ ശരിക്കും അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഒന്നും തോന്നില്ല അവരോട്, അവരെവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നും. പക്ഷെ നമ്മളെവിടെയും എത്തി എന്നല്ല കേട്ടോ പറയണത്. ഇനിയും താഴ്ന്ന് 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 നമ്മൾ സർവീസ് ചെയ്യണം, അത്രയും താഴ്മയിലേക്ക് നമ്മൾ പോകണം എന്ന് ഓരോ സെക്കൻഡും നമ്മൾ ചിന്തിച്ചു പോവാണ്. ഭഗവാൻ കുചേലനെ സ്വീകരിച്ച കഥ തന്നെ കേട്ടാൽ പോരെ, ഭഗവാൻ എവിടെ ഇരിക്കുന്നു, കുചേലൻ എവിടെ ഇരിക്കുന്നു. പക്ഷെ എങ്ങനെ വന്ന് കുചേലനെ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, കുചേലനാണെന്നാണ്, അല്ലേ? അപ്പൊ ആ ഒരു ആത്മബന്ധം നോക്കൂ. പക്ഷെ നമ്മളിൽ പലരും എന്താ ചെയ്യാം, അവർക്ക് വലിയ വലിയ ബന്ധങ്ങളാണ്, അവർക്ക് ഇന്ന ആളൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഉയരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. പക്ഷെ ഇത്രയും വലിയ ഭഗവാൻ ആരാണ് ഭഗവാന്റെ സുഹൃത്ത് എന്ന് വെച്ചാൽ ഏത് കുട്ടികളുടെ മനസ്സിലേക്കും വരും, കുചേലനാണെന്ന്. അപ്പൊ ആ ഒരു ആത്മബന്ധം ആലോചിച്ച് നോക്കിക്കുക. പിന്നെ എന്താണ് നമ്മൾ മനുഷ്യരില് വലിയ വലിയ കോണ്ടാക്ട്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ കോണ്ടാക്ട് ആണെന്ന് വെച്ചാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് നമ്മൾ പറയാൻ പഠിക്കണം. അവിടെയാണ് നമ്മളും ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ദൃഢമാവുന്നത്, അല്ലേ? ആ രീതിയിലേക്ക് നമ്മൾ ഉയരുക. അതുപോലെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി സർവീസ് ചെയ്യാനും നമ്മുടെ മനസ്സിനെ അത്രയും താഴ്ത്തി കൊണ്ടുവരിക, അത്രയും താഴേക്ക് ഇറങ്ങുക. നമ്മൾ എത്രത്തോളം ഇറങ്ങാൻ പറ്റും അത്രയും താഴേക്ക് ഇറങ്ങാം. ഇതൊക്കെയാണ് നമ്മൾ ഭക്തിയിലൂടെ പഠിക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് സ്വയം ഉയരുക അല്ലെങ്കിൽ സ്വയം നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കുക അങ്ങനത്തെ മനോഭാവമല്ല. ഇനി സുബർണഹ എന്ന് പറയുന്നുണ്ട്. എന്താ സുബർണഹ എന്ന് പറഞ്ഞാല് ചന്ധോരൂപങ്ങളും സുന്ദരങ്ങളുമായ പർണങ്ങൾ. പർണം എന്ന് പറഞ്ഞാൽ ഇലകളുള്ള സംസാര വൃക്ഷരൂപമായിരിക്കുന്ന പരമാത്മാവ്. എന്തുകൊണ്ടാണ് ഭഗവാനെ സംസാര വൃക്ഷരൂപം എന്ന് പറയുന്നത്? വൃക്ഷങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരില വിടരുന്നു, ഒരില താഴേക്ക് പോകണു, വീണ്ടും ഒരു പൂ വിടരുന്നു, വീണ്ടും പൂ താഴേക്ക് പോകുന്നു. ഇതാണ് വൃക്ഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ബിന്ദമ്മ പോയി ഭക്ഷണം കഴിച്ച് കിടന്നോളൂ, ഇരുന്നുറങ്ങാതെ. അപ്പോൾ വൃക്ഷങ്ങളിൽ നിന്ന് പൂ താഴേക്ക് പോണു, ഇല താഴേക്ക് പോണു, വീണ്ടും പുതിയത് വരുന്നു. അത് ആ വീണു പോയതെല്ലാം തന്നെ വീണ്ടും ആ വൃക്ഷത്തിന് തന്നെ എന്താണ് വളമായി മാറുന്നു. ഇങ്ങനെ ഒരു റൊട്ടീൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ?
ഒരു റൊട്ടീനായ കാര്യം അവിടെ നടക്കുകയാണ്. ഇത് തന്നെയാണ് സംസാര ചക്രത്തിലെ ഭഗവാൻ നടത്തുന്നതും. കുറെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, അതിന്റെ ഫലമായി നമ്മൾ മരിക്കുന്നു, വീണ്ടും നമ്മൾ ആ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാൻ ഭൂമിയിലേക്ക് വരുന്നു, വീണ്ടും നമ്മൾ മരിക്കുന്നു, വീണ്ടും വരുന്നു. ഇങ്ങനെ ഒരു റൊട്ടീനായിട്ട് പോവുകയാണ്. ഈ റൊട്ടീനായിരിക്കുന്ന വൃക്ഷമാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഈ പരമാത്മാവില് വൃക്ഷങ്ങളുടെ ആ ഇലയായിട്ടും പൂവായിട്ടും കായായിട്ടും എല്ലാം എന്താണ്? അതെ, ഉയർന്ന ചിന്താഗതി ലളിത ജീവിതം. അതാണ് മഞ്ജരീസിന്റെ ആപ്തവാക്യം കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു വലിയ വൃക്ഷത്തെ കുറിച്ച് ആലോചിക്കുക. ഒരു വലിയ ആൽമരം, ബനിയൻ ട്രീ, അതിൽ ആലോചിക്കുകയാണ് എത്രയോ ഇലകളുണ്ട് അല്ലേ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഇലകളുണ്ട്. ആ മരം ഇങ്ങനെ നല്ല എത്ര കാറ്റടിച്ചാലും മഴ പെയ്താലും കൊടുങ്കാറ്റ് വന്നാലും പോകാത്ത രീതിയിൽ ആ മരം ഇങ്ങനെ, ആ വൃക്ഷം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ വൃക്ഷം എന്ന് പറയുന്നത് ഭഗവാനായിട്ട് സങ്കല്പിച്ച് അതിലുണ്ടായിരിക്കുന്ന ഇലകളും പൂക്കളൊക്കെ താഴേക്ക് പോണു, വീണ്ടും അത് വരുന്നു, മുളച്ചു വരുന്നു, വീണ്ടും താഴേക്ക് പോണു. അങ്ങനെ പരമാത്മാവ് എന്ന് പറയുന്ന പരമസത്യം അങ്ങനെ നിൽക്കുകയും ആ സത്യമാകുന്ന വൃക്ഷത്തിൽ വിടരുന്ന ഇലകളും പൂക്കളായിട്ട് നമ്മൾ മാറുകയും വീണ്ടും അതിൽ തന്നെ ജനിക്കുകയും വീണ്ടും അതിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താവാണ്? ഒരു സംസാര ചക്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരു സൈക്കിൾ പോലെ വരികയാണ്. പിന്നെ പറയുന്നു വായു വാഹനഹാന്ന്. യാതൊരുവനെ ഭയന്ന് വായു എല്ലാ ഭൂതങ്ങളെയും വഹിക്കുന്നുവോ അവൻ. കാലചക്രം പോലും ഭഗവാനെ ഭയന്നുകൊണ്ടാണ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 6:30 മണിക്ക് സൂര്യോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:30 എന്ന് പറഞ്ഞത് 6:31 ആവുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വാച്ചിലെ സമയം തെറ്റാണെങ്കിലേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ആ കറക്റ്റ് സമയമാണ്. ഇന്ന ദിവസം പൗർണമി എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം പൗർണമിയാണ്. നമ്മള് മനുഷ്യന്മാരെ പോലെ 10 മണിക്ക് എത്താറുണ്ട്, 10:30 എത്തില്ല. കറക്റ്റ് 10 മണി എന്ന് പറഞ്ഞാൽ 10 മണി. ഒരു നിമിഷം പോലും ആയുന്നില്ല, അല്ലെങ്കിൽ ഇതാവുന്നില്ല, തെറ്റിപ്പോണില്ല. അതെന്തുകൊണ്ടാണ്? പ്രകൃതി പോലും, ഈ കാലചക്രം പോലും, ഈ വായു പോലും ഭഗവാനെ ഭയന്നുകൊണ്ടാണ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, ഇത്രയും ഡിസിപ്ലിൻ അച്ചടക്കത്തോടു കൂടി പോകണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജീവിതത്തിൽ ആദ്യം വേണ്ടത് കൃത്യനിഷ്ഠയാണ്. ആ കൃത്യനിഷ്ഠ ഈ പ്രകൃതി പോലും പാലിക്കാൻ കാരണം ഭഗവാനാണ്. അപ്പൊ ഇവിടെ പറയുന്നു യാതൊരുവനെ ഭയന്ന് വായു എല്ലാ ഭൂതങ്ങളെയും വഹിക്കുന്നുവോ അവനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വായു വാഹന എന്ന് വിളിക്കുന്നത് അല്ലെ. ഭഗവാനെ ഭയന്നിട്ടാണ് കാലചക്രം പോലും കൃത്യമായിട്ട് മുന്നോട്ട് പോണത്. അപ്പം ആ പ്രകൃതിക്കുള്ള ഭയം പോലും ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ഭഗവാനോടില്ല. ശരിയല്ലേ? നമുക്ക് എവിടെയും ഭയമില്ല. നമുക്ക് ഗുരുവായൂർ പോകാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റെന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ എന്താ, ഗുരുവായൂർ നാളെ പോവാം, നമുക്ക് ഇതിന് പോവാം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും. അത് മാറ്റിയിട്ട് ആത്മീയമായിട്ട് ഉയരണമെങ്കിൽ ഡിസിപ്ലിൻ ഉള്ള ഒരു ലൈഫ് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 91ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. അതിൽ പറയുന്നു ഭാരഭൃത് കഥിതോ യോഗി യോഗീശ സർവകാമദ ആശ്രമ ശ്രമണ ക്ഷാമ സുവർണോ വായുവാഹന. അതായത് അനന്തന്റെ രൂപത്തിൽ ഭൂമിയെ താങ്ങിക്കൊണ്ട് വേദങ്ങളെല്ലാം പറയുന്ന ആ ഭഗവാൻ, അല്ലെങ്കിൽ വേദങ്ങളിൽ പറയുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ആ ഭഗവാൻ, യോഗം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഭഗവാനെ നേടാൻ നമ്മൾ ശ്രമിക്കണം. വിഘ്നങ്ങൾ സംഭവിക്കാത്ത യോഗത്തോടു കൂടിയിരിക്കുന്ന, എല്ലായ്പ്പോഴും എല്ലാ കാമങ്ങളെയും ദാനമായി നൽകുന്ന, സംസാരമാകുന്ന വനത്തിൽ ചുറ്റിത്തിരിയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന, എല്ലാ അവിവേകികളെയും തപിപ്പിക്കുന്ന, എല്ലാ പ്രജകളെയും ക്ഷീണങ്ങളാക്കി തീർക്കുന്ന, ചന്തോരൂപങ്ങളും സുന്ദരങ്ങളുമായിരിക്കുന്ന ഇലകളുള്ള സംസാര വൃക്ഷമാകുന്ന ആ പരമാത്മാവാകുന്ന യാതൊരുവനെ ഭയന്ന് കാലചക്രവും വായും വഹിക്കുന്നുവോ, എല്ലാ ഭൂതങ്ങളെയും വഹിക്കുന്നുവോ ആ ഭഗവാൻ, ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? 91ാമത്തത് മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മഞ്ജരീസിൽ മെസ്സേജ് ഇട്ടോ, ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി നമുക്ക് 92ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ധനുർധരോ ധനുർവേദോ ദണ്ഡോ ദമയിതാ ദമഹ. ആരെങ്കിലും കൂടെ വായിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിർത്തി പോകും. വായിക്കുന്നില്ല, ഇതൊക്കെ വായിക്കാൻ അറിയാം എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡിൽ പോവാം. എങ്കിലും ഒന്ന് സ്ലോ ആക്കി പറഞ്ഞുതരാം. ധനുർധരോ 92ാമത്തെ ശ്ലോകമാണ്. ധനുർധരോ ധനുർവേദോ ദണ്ഡോ ദമയിതാ ദമഹ അപരാജിതഃ സർവസഹോ നിയന്ത നിയമോ യമഹ. അതായത് 92ാമത്തെ ശ്ലോകത്തിൽ ധനുർധര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായ ധനുസിനെ ധരിച്ച ശ്രീരാമസ്വരൂപിയായവൻ. അറിയാലോ, ജാനകി ദേവിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വില്ലു എടുത്ത കഥയൊക്കെ അറിയാലോ,
കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അപ്പോൾ അങ്ങനെ മഹത്തായ ആ ധനുസിനെ ധരിച്ച ശ്രീരാമന്റെ രൂപത്തിൽ വന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെയാണ് നമ്മൾ ധനുർധരഹ എന്ന് വിളിക്കുന്നത്. ഇനി ധനുർവേദ എന്ന് വിളിക്കുന്നുണ്ട്. ധനുർവേദ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീരാമനായി ധനുർവേദത്തെ അറിയുന്നവൻ. ശ്രീരാമനായിട്ട് ആ ലൈറ്റ് ഫാൻ ഓഫ് ചെയ്ത് ശ്രീരാമനായിട്ട് ധനുർവേദത്തെ അറിയുന്നവൻ. ശ്രീകുമാരി മാതാജി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. വൈകിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പം. ഒന്നും വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഞാനല്ലേ പറയുന്നത്, സമാധാനമായിട്ടിരിക്കും, ടെൻഷൻ വേണ്ട കേട്ടോ, കൂളായിട്ടിരിക്കും. ഭഗവാൻ അത് നല്ലതേ നടത്തി തരും. ധനുർവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനായിട്ട് ധനുർവേദത്തെ അറിയുന്നവൻ ആരാണ്? ഭഗവാൻ. ദണ്ഡഹ, ദണ്ഡഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദമനം ചെയ്യുന്നവരിൽ ദമനനായവൻ, അതാണ് ദണ്ഡഹ എന്ന് പറയുന്നത്. ദമയിധ, ദമയിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യമൻ രാജാവ് മുതലായവരുടെ രൂപത്തിൽ പ്രജകളെ ദമനം ചെയ്യുന്നവൻ. ആരെന്ത് തെറ്റ് ചെയ്താലും കൊടുക്കേണ്ട ശിക്ഷ ഭഗവാൻ കൊടുത്തിരിക്കും. അത് ഏത് പ്രജകളാണെങ്കിലും ശരി, ഭഗവാൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഓക്കെ. ഇനി അപരാജിത, അപരാജിത എന്ന ശത്രുക്കളാൽ ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്തവൻ. ഒരു ശത്രുവിനും ഭഗവാനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ പറ്റില്ല. അറിയാലോ, ഭഗവാൻ സർവ്വവിജയിയാണ്. ഭഗവാന്റെ മുകളിലായിട്ട് ആരുമില്ല, ഭഗവാനെ തോൽപ്പിക്കാനും ആരില്ല. അദ്ദേഹം ഇഷ്ടം കൊണ്ട് വല്ല ഭക്തരെ മുമ്പിൽ തല കുനിച്ച് കൊടുത്താലായി, അല്ലാണ്ട് ഒരാൾക്കും ഭഗവാനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അപരാജിത എന്ന് വിളിക്കുന്നത്. ഇനി സർവസഹ എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും സമർത്ഥനാണ് ഭഗവാൻ. എല്ലാ കാര്യങ്ങളിലും സമർത്ഥനാണ്. എല്ലാ ശത്രുക്കളെയും ജയിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ സർവസഹ എന്ന് വിളിക്കുന്നു. ഓക്കെ. നിയന്ത എന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും അവരുടെ കൃത്യങ്ങളിൽ നിയമിക്കുന്നവൻ. ഭഗവാൻ അറിയാം ആര് ഡോക്ടർ ആവണം, ആര് എഞ്ചിനീയർ ആവണം, ആര് കണക്കെഴുതുന്ന അക്കൗണ്ടന്റ് ആവണം, ആര് പ്രചരണം ചെയ്യുന്നവരാവണം. എല്ലാവർക്കും ഭഗവാൻ ഓരോരോ കൃത്യമായ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ജോലി ഇല്ല എന്ന് പറയുകയാണെങ്കിലോ, ആരൊക്കെയോ കഴിഞ്ഞ ജന്മത്തിൽ ആരുടെയൊക്കെയോ ജോലി കളഞ്ഞു. അതുകൊണ്ട് ഈ ജന്മത്തിൽ നീ ജോലി ഇല്ലാതെ കുറച്ച് വിഷമിക്കണ്ട, അതിന്റെ വാല്യൂ നീ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ വീട്ടുകാരെല്ലാം കഷ്ടപ്പെടുത്തി ഈ ജന്മത്തിൽ നല്ലോണം വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കട്ടെ. അങ്ങനെ അങ്ങനെ എന്താ ഭാഷ പറഞ്ഞാട്ടോ, അങ്ങനെ അങ്ങനെ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അദ്ദേഹത്തിന് അറിയാം ആരാര് എന്ത് ജോലിയിൽ കൃത്യമായിട്ട് തിളങ്ങും, ഏത് ജോലി അവൻ ഏറ്റെടുത്താലാണ് അവർക്കത് കൃത്യമായി ചെയ്യാൻ സാധിക്കുക എന്നറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ നിയന്ത എന്ന് പറയുന്നത്. എല്ലാവരെയും അവരവരുടെ കൃത്യങ്ങളിൽ നിയമിക്കുന്നവനാണ് ഭഗവാൻ. നമ്മൾ പഠിച്ചതൊന്ന് ജോലി എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ അയമഹ എന്ന് പറയുന്നുണ്ട്. യമൻ അഥവാ മൃത്യു ഇല്ലാത്തവൻ. ഭഗവാൻ ഒരിക്കലും മൃത്യു ഇല്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് വിളിക്കുന്നു? അയമഹ എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പൊ 92ാമത്തത് മഹത്തായ ധനുസിനെ ധരിച്ചിരിക്കുന്ന ധനുർധരോ ധനുർവേദോ ദണ്ഡോ ധമയിത ദമഹ അപരാജിത സർവസഹോനിയത നിയമോ യമഹ എന്ന് വെച്ചു കഴിഞ്ഞാല് മഹത്തായ ധനുസിനെ ധരിച്ച് ശ്രീരാമസ്വാമിയായി വന്നിരിക്കുന്ന, ശ്രീരാമനായി ധനുർവേദത്തെ അറിഞ്ഞിരിക്കുന്ന, യമൻ രാജാവ് മുതലായവരുടെ രൂപത്തിൽ പ്രജകളെ ദമനം ചെയ്യുന്നവൻ, അതുപോലെ ദണ്ഡത്തിന് അർഹരായവരിൽ ദണ്ഡത്തിന്റെ ഫലരൂപമായിരിക്കുന്ന യാതൊരു കാര്യമുണ്ടോ അതായിരിക്കുന്നവൻ, ശത്രുക്കളാൽ ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്ത, എല്ലാ കാര്യങ്ങളിലും സമർത്ഥനായിരിക്കുന്ന, ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ സാധിക്കാത്ത, എല്ലാവരെയും അവരവരുടെ കൃത്യങ്ങളിൽ കൃത്യമായി നിയമിക്കുന്ന, യാതൊരു നിയന്ത്രണത്തിനും വിധേയനാവാത്ത, യമൻ അല്ലെങ്കിൽ മൃത്യു ഒരിക്കലുമില്ലാത്ത ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമസ്കരിക്കാം. മനസ്സിലായോ? ഇനി ഓരോ വേട് വായിച്ചു പോകുമ്പം ഈ സഹസ്രനാമങ്ങളുടെ അർത്ഥം മൊത്തം മനസ്സിലില്ലെങ്കിലും ടെൻഷൻ വേണ്ട. ഒറ്റ വാക്കിന്റെ അർത്ഥം മനസ്സിലിരുന്നാലും സന്തോഷം. ഇത്രയും വേർഡ്സിന്റെ അർത്ഥം നമ്മുടെ മനസ്സിലിരിക്കണം എന്ന് ഒരിക്കലും പറയണില്ല. ഏതെങ്കിലും ഒന്നിന്റെ അർത്ഥം, അല്ലെങ്കിൽ അച്യുതൻ, ചുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ, അത്രയെങ്കിലും അറിഞ്ഞാൽ മതി. അത്രയും അറിഞ്ഞാൽ തന്നെ ഭഗവാനും ഹാപ്പി, ഞാനും ഹാപ്പി. എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നമ്മുടെ ആത്മാവ് അത് ഉൾക്കൊള്ളുന്നുണ്ട്, അത്രയും മതി. ഇന്ദ്രിയങ്ങളിലൂടെ പോയി മനസ്സൊക്കെ ചിലപ്പോൾ മറന്നുപോയാലും സാരമില്ല, ആത്മാവ് അത് ഉൾക്കൊള്ളുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മതി. അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ. ബാക്കി ഞാൻ ഗെറ്റ് ടുഗദറിന് പിടിച്ചോളാം. ഇനി 93ാമത്തെ ശ്ലോകം. 93 എന്ന് പറഞ്ഞാൽ സത്വവാൻ സാത്വിക സത്യഃ സത്യധർമ്മപരായണഃ
അഭിപ്രായ പ്രിയാർഹോ അർഹ പ്രിയകൃത് പ്രീതിവർദ്ധന. സത്വവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശൗര്യം, വീര്യം മുതലായ സത്വങ്ങളോട് കൂടിയവൻ. ഭഗവാന്റെ അത്ര ശൗര്യവും വീര്യവും ഉള്ള ഒരാളില്ല. ഭഗവാനാണ് ഏറ്റവും വലിയ ശൗര്യവും വീര്യവും ഉള്ള ആള്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സത്വവാൻ എന്ന് വിളിക്കുന്നത്. സാത്വിക എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൽ പ്രധാനമായി സ്ഥിതി ചെയ്യുന്നവൻ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവത്തെ ഓർത്തിട്ട് നോൺ വെജ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. ഇതെല്ലാ ക്ലാസ്സിലും പറഞ്ഞ് മതിയായി. ഇനിയെങ്കിലും പറയണം, മാതാജി സ്റ്റോപ്പ് ചെയ്തു. അയ്യോ, അത് കേൾക്കാൻ ഞാൻ കൊതിയോടെ ഇരിക്കുക. ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു മാതാജിന്ന് എപ്പോൾ പറയുന്നു ഓർത്തിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. എനിക്കറിയാം ആരൊക്കെയാണ് നോൺ വെജ് കഴിക്കണേന്ന്. എന്നോട് മറിച്ചൊന്നും വെക്കണ്ട കേട്ടോ. പൂർണ്ണമായ വെജിറ്റേറിയൻസ് ആരൊക്കെയാണെന്ന് എനിക്കറിയാം. മഞ്ജരീസിൽ 5 കൊല്ലമായില്ലേ നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു. ഭഗവാൻ നിർത്തിക്കും. ഭഗവാൻ ഇഷ്ടമല്ല. ഭഗവാൻ ഇഷ്ടമല്ലാത്തത് നമുക്ക് വേണ്ടെന്നേ, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയണത്? സാത്വിക എന്ന് ഭഗവാൻ ഒരു നാമം തന്നെയുണ്ട്. പൂർണ്ണമായിട്ട് സത്വഗുണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ സാത്വിക എന്ന് പറയുന്നത്. ആ ഭഗവാൻ ഇഷ്ടമല്ലാത്തത് നമ്മൾ എടുക്കല്ലേ. സത്യഹ എന്ന് പറയുന്നുണ്ട്. സജ്ജനങ്ങളിൽ സാധുവായിരിക്കുന്നവൻ. നല്ല മനുഷ്യന്മാരോട് ഭഗവാന് ഭയങ്കര സാധുവായിട്ട് ഭഗവാൻ, സൂപ്പർ ബീന മാതാജി, ഭഗവാന് ഭയങ്കര സ്നേഹമാണ് നല്ല നല്ല മനസ്ഥിതിയുള്ള ആൾക്കാരോട്. ഈ അസൂയ, പാരവയ്ക്കുക, ദുഷ്ടത്തരം ചെയ്യുക, അല്ലെങ്കിൽ അവർ നശിച്ചു പോട്ടെ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദുരിതം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളോട് ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അവരോട് ഭഗവാന് ഇഷ്ടമല്ല. പക്ഷെ സാധുവായിരിക്കുന്ന ആൾക്കാരോട് ഭഗവാന്, സജ്ജനങ്ങളോട് ഭഗവാന് ഭയങ്കര സ്നേഹം. അവരെ എന്നും ഭഗവാൻ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടുനടക്കും. എന്ത് സങ്കടം വന്നാലും അവരെ ഭഗവാൻ ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് ഭഗവാനോടെ സത്യഹ എന്ന് പറയുന്നത്. സജ്ജനങ്ങളിൽ സാധുവായിരിക്കുന്നവൻ. സജ്ജനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന്. സത്യധർമ്മപരായണ എന്ന് വെച്ചാൽ എന്താണ്? സത്യത്തിലും വിധിരൂപമായിരിക്കുന്ന ധർമ്മത്തിലും നിയതനായിരിക്കുന്നു. സത്യത്തിലും ധർമ്മത്തിലും മാത്രമേ ഭഗവാനുള്ളൂ. സത്യവും ധർമ്മമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സത്യമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ധാർമ്മികത ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ധാർമ്മികത വേണം. ധാർമ്മികത ഇല്ലാത്ത ഒരു പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യരുത്. ചിലപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത് കണ്ടാൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് തോന്നും എന്തായി കാണിച്ചു കൂട്ടണേന്ന്. പക്ഷേ ഒരു മിനിറ്റ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക എന്താണ് അത്, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ധാർമ്മികത ഇല്ലാതിരിക്കരുത്. ഓക്കെ, അതിലെന്തായാലും ഒരു ധാർമ്മികത നമ്മൾ കൊണ്ട് നടന്നേ പറ്റൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായി തോന്നിയാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ധർമ്മം ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നേ ഞാൻ പറയും. നമുക്കറിയാലോ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. ഒരാളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നതിൽ ധർമ്മം ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നേ ഞാൻ പറയും. കാരണം നമ്മൾ ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സത്യത്തിലും വിധിരൂപമായിരിക്കുന്ന ധർമ്മത്തിലും നിയതനായിരിക്കുവാൻ. ഇത് രണ്ടിലും ഭഗവാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതിലേ ഭഗവാനുള്ളൂ. സത്യത്തിലും ധർമ്മത്തിലും മാത്രമേ ഭഗവാനുള്ളൂ. അഭിപ്രായ എന്ന് പറഞ്ഞാൽ മോക്ഷേച്ഛുക്കളാൽ അഭിലഷിക്കപ്പെടുന്നവൻ. പ്രളയകാലത്ത് യാതൊരാൾക്ക് അഭിമുഖമായി ജഗത്ത് യാതൊരാളിലേക്കുന്നുവോ അദ്ദേഹം. പ്രളയം നമ്മൾ പഠിച്ചില്ലേ, 4 യുഗങ്ങൾ കഴിയുമ്പോൾ യുഗസന്ധി വരുമ്പം അവിടെ എല്ലാം പ്രളയത്തിന്റെ രൂപത്തിൽ ഭഗവാനിലേക്ക് ലയിച്ചു പോകുന്ന ശ്രീമദ് ഭാഗവത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രളയത്തിൽ എല്ലാം ഭൂമി മൊത്തം പ്രളയമായിട്ട് ജലം നിറഞ്ഞു കഴിയുമ്പം എല്ലാം ഭഗവാനിലേക്ക് ലയിക്കുന്നുണ്ട് അല്ലെ. എല്ലാ ജീവാത്മാക്കളും ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലയിച്ചു ചേരുന്നത് ആരിലാണോ ആ ഭഗവാനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഭിപ്രായ എന്ന് പറയുന്നത്. സർവവും ഭഗവാനിൽ ലയിച്ചു പോകും, യാതൊരു സംശയമില്ല. എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു തീരും. മറ്റെവിടെയും നമ്മൾ എത്തുന്നില്ലല്ലോ, ഭഗവാനിലേക്കാണ് എത്തുന്നത്. പ്രിയാർഹ എന്ന് പറയുന്നുണ്ട്. പ്രിയങ്ങളെ അർഹിക്കുന്നവൻ, അതായത് ഇഷ്ടവസ്തുക്കൾ. എന്താ ഭഗവാൻ ഇഷ്ടമുള്ള വസ്തുക്കൾ? നമ്മൾ ഉടനെ പറയും വെണ്ണ, കൽക്കണ്ടം, ശർക്കര, അവില്, മലര്, പാല്, ഓടക്കുഴല്, മഞ്ചാടി, ഒരു നീണ്ട ലിസ്റ്റ് അങ്ങിടും, തുളസി. പക്ഷേ പ്രിയാർഹ, പ്രിയങ്ങളെ അർഹിക്കുന്നവൻ, ഇഷ്ടങ്ങളെ അർഹിക്കുന്നവൻ. എന്താ ഭഗവാൻ ഇഷ്ടമുള്ളത്? സത്യം, നീതി, ന്യായം, ധർമ്മം, എളിമ, ക്ഷമ, സാത്വികത, ഇതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടം. നാമജപം,
ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാനോട് അടുപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള മനോഭാവത്തോടു കൂടി ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ട്, പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കാണില്ല. സാത്വികമായ ജീവിതത്തിലൂടെ പോയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? അദ്ദേഹത്തെ കാണാൻ സാധിക്കൂ. അപ്പൊ ഇതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടമുള്ളത്. മറ്റ് ഉപഭോഗ വസ്തുക്കളെ മാറ്റിവെക്കൂ. അതിനേക്കാൾ പ്രിയം ഭഗവാൻ ഒരു മനുഷ്യനിൽ ഇതൊക്കെയാണ്. ഓക്കെ. അർഹ എന്ന് പറയുന്നുണ്ട്. എന്താ അർഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗത സ്ഥാനാദി പൂജാദ്രവ്യങ്ങളിൽ പൂജിക്കപ്പെടേണ്ടവൻ. ഏത് സൂപ്പർ ജയശ്രീ മാതാജി ഏത് പൂജകളാണെങ്കിലും ശരി, അതിൽ ഭഗവാനെയാണ് ആദ്യം പൂജിക്കുക. അതെല്ലാ പൂജകളും കൈക്കൊള്ളുന്നത് ഭഗവാനാണ്. നമ്മൾ ഗീത പഠിച്ചപ്പോൾ പഠിച്ചില്ലേ? ഏത് യാഗങ്ങൾ, ഹോമങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണ ഫലസിദ്ധി കൈവരിക്കണമെങ്കിൽ നാരായണേതി സമർപ്പയാമി, നാരായണന് സമർപ്പിച്ചാലേ അത് സ്ഥിതി രൂപത്തിലെത്തൂ. നമ്മൾ ഏത് നാമം ചൊല്ലിയാലും ശരി, അത് നാരായണ നാമം ചൊല്ലി വേണം അവസാനിപ്പിക്കാൻ. നാരായണനാണ് എന്ത്? സ്ഥിതി കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? സ്ഥിതി, അതിലൊരു സ്ഥിരത വരണമെങ്കിൽ, നമ്മൾ ചെയ്ത ആ പ്രവൃത്തിക്ക് ഒരു സ്ഥിരത കിട്ടണമെങ്കിൽ അത് നാരായണന് സമർപ്പിക്കണം. അതുകൊണ്ടാണ് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും ശരി, അതിൽ ഭഗവാനെ ഉൾപ്പെടുത്തണം. അതായത് നമ്മൾ എന്ത് വലിയ ഹോമം ചെയ്താലും അത് കൈക്കൊള്ളുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ടാണ് അതിന് സ്ഥിരത വരുന്നത്. ആ ചെയ്ത കർമ്മത്തിന് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കണമെങ്കിൽ അത് ഭഗവത് നാമത്തോടു കൂടി വേണം നമ്മൾ അവസാനിപ്പിക്കാൻ. അപ്പൊ അവിടെ പൂജിക്കപ്പെടുന്നത് ആരാണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്ത് ഹോമം ചെയ്താലും പൂജ ചെയ്താലും യഥാർത്ഥത്തിൽ പൂജിക്കപ്പെടുന്നത് ഭഗവാനാണ്. ഓക്കെ. ഇനി പ്രിയകൃത് എന്ന് പറയുന്നുണ്ട്. തന്നെ ഭജിക്കുന്നവർക്ക് പ്രിയത്തെ ചെയ്യുന്നവൻ. ഭഗവാനെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇഷ്ടം എന്തോ അത് ഭഗവാൻ നടത്തിത്തരും. പക്ഷെ ക്ലാസ്സിന്റെ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ഭഗവാൻ നോക്കുന്നത് എന്താണ്? നമ്മുടെ സ്ഥിരതയാണ്, നമ്മുടെ സുരക്ഷിതത്വമാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടോ എന്ന് അദ്ദേഹം നോക്കും. ആ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ എന്ത് ചെയ്യൂ? നമ്മൾക്ക് ആ ഒരു സമാധാനം നമ്മൾക്ക് തരൂ. ഇല്ലെങ്കിൽ ഭഗവാൻ ഒരിക്കലും നമ്മുടെ ആവശ്യം നടത്തി തരില്ല. ആവശ്യം വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും നടത്തി തരുന്നില്ലെങ്കിലും മനസ്സിലാക്കുക, നമ്മൾക്ക് അത് ഉചിതമല്ല. നമ്മൾ ഒരു ശരിയായ കാര്യമല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഭഗവാനോട് പറയാം, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി? സാത്വിക മനോഭാവമായി. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. എല്ലാ കാര്യവും നടന്നു കിട്ടാന്ന് പറഞ്ഞാൽ ചോദിക്കുന്നെല്ലാം നടത്തി തരുവാണെന്നാണ്. അല്ല, നമ്മൾക്ക് എന്താണോ ഉചിതമായിരിക്കുന്നത് അത് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ നടത്തി തരും. പ്രിയം നടത്തി തരുന്ന പറയുന്നത്. ഭഗവാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെയായാലും. അതൊരു ജോലിയാവട്ടെ, കല്യാണമാവട്ടെ, കുട്ടി ഉണ്ടാവുന്നാവട്ടെ, വീട് വെക്കുന്നാവട്ടെ, എന്താവട്ടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം നമ്മൾക്ക് ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം അദ്ദേഹം എടുത്തു മാറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതിൽ കാലൂന്നി നിൽക്കുക. അതേ പറയും. മനസ്സും ശരീരവും ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം എന്ത് ചെയ്യാം? ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. കുഴപ്പമില്ല ചിഞ്ചു മാതാജി, നോ പ്രോബ്ലം. ഇനി പ്രീതിവർദ്ധന എന്ന് പറയുന്നുണ്ട്. എന്താ പ്രീതിവർദ്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭജിക്കുന്നവരുടെ പ്രീതിയെ വർദ്ധിപ്പിക്കും ഭഗവാൻ. നമുക്ക് ഭഗവാനുള്ള ഇഷ്ടം ഭഗവാൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഭഗവാനെ ജപിക്കുകയാണെങ്കിൽ ഭഗവാനോട് നമുക്കുള്ള ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ. ഗുരുവായൂരപ്പനെ നമ്മൾ ആദ്യം കുഞ്ഞുനാളിൽ ഗുരുവായൂരപ്പനെ അറിയുന്നതിനേക്കാൾ ഇഷ്ടം ഇന്ന് ഗുരുവായൂരപ്പനോടുണ്ടല്ലേ. പല സ്ഥലങ്ങളിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടും പല പല കഥകൾ കേട്ടും ഭഗവാനെ വായിച്ചും അറിഞ്ഞും ജപിച്ചും മനസ്സിലാക്കിയും നമ്മൾ ഭഗവാനോടുള്ള ഇഷ്ടം ഇങ്ങനെ ഭഗവാൻ കൂട്ടിക്കൊണ്ടേയിരിക്കുക. നമുക്ക് എത്രത്തോളം ഇഷ്ടം ഭഗവാനോടുണ്ടോ ആ ഇഷ്ടം ഭഗവാൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. അതാണ് പ്രീതി വർദ്ധനഹ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ സത്വാൻ സാത്വിക സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോ അർഹപ്രിയകൃത് പ്രീതിവർദ്ധന എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് പറഞ്ഞതിന്റെ കംപ്ലീറ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ ശൗര്യം, വീര്യം മുതലായ സത്വങ്ങളോട് കൂടിയവനും സത്വഗുണത്തിൽ പ്രധാനമായി സ്ഥിതി ചെയ്യുന്നവനും സജ്ജനങ്ങളിൽ സാധുവായിരിക്കുന്നവനും സത്യത്തിലും ധർമ്മത്തിലും മാത്രം നിലകൊള്ളുന്നവനും മോക്ഷേച്ഛുക്കളാൽ അഭിലഷിക്കപ്പെടുന്നവൻ പ്രളയകാലത്ത് യാതൊരാൾക്ക് അഭിമുഖമായി ജഗത്ത് ആരിൽ ലയിക്കുന്നുവോ, ഈ ഭൂമണ്ഡലം ആരിലാണോ ലയിക്കുന്നത്? ഭഗവാനിലാണ് അല്ലെ ലയിക്കുന്നുവോ. പ്രിയങ്ങളെ അർഹിക്കുന്നവൻ, അതായത് നല്ല നല്ല കാര്യങ്ങൾ, സാത്വികമായിരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വാഗത സനാദി പൂജാദ്രവ്യങ്ങളാൽ പൂജിക്കപ്പെടുന്നവനും ഭഗവാൻ. തന്നെ ഭജിക്കുന്നവർക്ക് ഇഷ്ടത്തെ ദാനമായി നൽകുന്നവനും തന്നെ ഭജിക്കുന്നവരുടെ ഇഷ്ടത്തെ വർദ്ധിപ്പിക്കുന്നവനുമായിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് 3 ശ്ലോകം നമ്മൾ എടുത്തു. ബാക്കി നാളെ എടുക്കാം, കുഴപ്പമില്ലല്ലോ. തീരാറായിണ്ട് ഏകദേശം. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. 107 ശ്ലോകങ്ങളേ ഉള്ളൂ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതിലിപ്പോൾ 93 വരെ നമ്മൾ എടുത്തു. നാളെ നമുക്കൊരു 5 എടുക്കാം. ഇപ്പൊ 98ആയി.
ഒരു 3-4 ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വിഷ്ണു സഹസ്രനാമം കഴിയും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണം എന്നുള്ളത് എനിക്ക് മഞ്ജരീസിലെ മെസ്സേജ് ഇട്ടുതരാം, അത് എടുത്തുതരാം. എല്ലാം തീരുമ്പം ചൈതന്യ ചരിതാമൃതം എടുക്കുക. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചൈതന്യ ചരിതാമൃതം. അത് അതിനേക്കാൾ മനോഹരമാണ്. ശ്രീമദ് ഭാഗവതവും നമുക്ക് എടുക്കാം. മഹാഭാരതം നമ്മൾ ഒരുപാട് കേട്ടു. പിന്നെ ലാസ്റ്റിലേക്ക് കുറച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്ന സബ്ജക്ട്സ് ആണ്. അത് കുറച്ച് നിങ്ങൾ എന്തായാലും ബോറടിക്കും, ഉറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഹാഭാരതത്തിൻ്റെ ലാസ്റ്റ് എടുത്തരാത്ത കഥകളെല്ലാം പറഞ്ഞു തന്നില്ലേ. അപ്പം അങ്ങനെ ഓക്കെ. ഓക്കെ സുധാമ. അപ്പോൾ എല്ലാവരും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം, സമാധാനമായിട്ട് കിടന്നുറങ്ങാം, ഭക്ഷണമൊക്കെ കഴിക്കുക. ലേറ്റായിട്ട് ഫുഡ് കഴിക്കരുത്, നേരത്തെ കഴിക്കുക. ഏകദേശം 7-7:30 ആകുമ്പോഴത്തേക്കൊക്കെ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക, ഒരു ടെൻഷൻസും വേണ്ട. ഞാൻ പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിലും മഞ്ജരീസിലെ മെസ്സേജ് അയച്ചു വയ്ക്കുക. നാളെ രാവിലെ ഒന്നും നോക്കാൻ പറ്റും തോന്നുന്നില്ല, ഉച്ചയ്ക്ക് ശേഷം നോക്കാം. ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. സാത്വികമായ മനസ്ഥിതിയിൽ മുന്നോട്ട് പോവുക. ആഗ്രഹങ്ങളില്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭഗവാൻ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം കൊണ്ടുത്തരും. അതിൽ വറി ചെയ്യേണ്ട. സമാധാനമായിട്ട് ഇരിക്കും കേട്ടോ. സാരമില്ല അമ്മ, അത് കുഴപ്പമില്ല. യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമാണ്, വേറെ ഒന്നും കുഴപ്പമില്ല. നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കണം. നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു വിഷമം ഉണ്ട് മാതാജി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമ്പം ഞാൻ ഒരുപാട് വിഷമിക്കുന്നു. ഈ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇനി കിച്ചുവിന് പൂജ ചെയ്യും. പൂജ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കും. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ഹെൽത്തും വെൽത്തും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനാവശ്യമായിട്ട് കയ്യിലുള്ള പൈസയൊന്നും നഷ്ടപ്പെടുത്തരുത്. കണ്ട സാധനങ്ങളെല്ലാം വാങ്ങി സമയം കളയരുത്. അല്ലെങ്കിൽ കാണുന്നതെല്ലാം വാങ്ങി ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിപ്പോവരുത്. ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിലും മഞ്ജരീസിലുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ക്ഷമയോടെ ഇരിക്കുക. നല്ല നല്ല ക്ലാസ്സുകൾ ആരുടേതായാലും കേൾക്കുക. ഭഗവാനെക്കുറിച്ച് ആര് നല്ല പോയിന്റ്, നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു അതെല്ലാം കേൾക്കുക. പിന്നെ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞ ചാമ്പക്ക ബുക്ക് ഞാൻ നോക്കട്ടെ. ആർക്കെങ്കിലും വേണമെങ്കിലും മഞ്ജരീസിലെ മെസ്സേജ് ഇട്ട് വെക്കൂ. അതെവിടെ കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. വേണമെങ്കിൽ അയശ്ശിര. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ബുക്ക്. പക്ഷെ അത് മാത്രം വായിക്കുമ്പം ഒറ്റ കാര്യം, രാത്രി കിടക്കാൻ നേരം വായിക്കണം കേട്ടോ. രാത്രി ഞാനത് ആ സമയത്താണ് വായിക്കാറ്. അതും വായിച്ചുകൊണ്ട് കിടന്നുറങ്ങാം. ഇപ്പം അത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മുടെ ഇത് വായിക്കുന്നു, ശങ്കരാചാര്യരുടെ ബുക്ക്. അത് 3ാമത്തെ വട്ടാട്ടോ വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞതാണ്, വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ബുക്ക് വായിച്ചിട്ട് കിടക്കുക. കഴിയുന്നത് മൊബൈലൊക്കെ കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കുക. മൊബൈൽ അഡിക്ഷൻ ഇല്ലാതിരിക്കുക. ഓക്കെ. ധാരാളം വെള്ളം കുടിക്കുക. നല്ല ഇലക്കറികൾ കഴിക്കുക. കർക്കിടക മാസമാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, വായിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മഞ്ജരീസിൽ ഇട്ട് തരാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. നാളെ കാണാം. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യട്ടോ. തീർച്ചയായിട്ടും ജ്യോതി മാതാജി റെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഗുഡ് നൈറ്റ്.